ഞാൻ എന്തുകൊണ്ട് മത്സരിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പൊതുപ്രവർത്തനം എൻ്റെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നിലയിൽ വേണമെങ്കിൽ പറയാം. ഞാൻ ജഡ്ജായി മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ പല കോർട്ടിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ചില അനുഭവങ്ങൾ എനിക്ക് തോന്നി. ആ സമയത്ത് ആ കേസുകളൊക്കെ കേട്ട ജഡ്ജിമാരുടെ ഒരു സമീപനമായാലും ഒക്കെ തോന്നുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറേയും കൂടി നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ. ഏറ്റവും കുറഞ്ഞ പക്ഷം വരുന്ന ലിറ്റിഗൻസിന് കുറച്ചും കൂടി നീതി ലഭ്യമാകുന്ന നിലയിൽ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നിച്ച എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2020 ഞാൻ ആദ്യമായി മത്സരിക്കുന്നത്. ഇവിടെ 2 തരത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഒന്ന് പ്രൈമറി, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അതും ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതിന് പ്രൈമറി ഇലക്ഷൻ എന്ന് പറയും. മുഴുവൻ ജനങ്ങൾക്കും വോട്ട് ചെയ്യാം. പക്ഷേ ആ സമയത്ത് പ്രൈമറി ഇലക്ഷനിൽ ഒരാൾക്ക്, ഒരു വോട്ടർക്ക് ഒന്നെങ്കിൽ ഡെമോക്രാറ്റിക് പ്രൈമറി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പ്രൈമറി, ഏതെങ്കിലും ഒരു പ്രൈമറിയിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജിനെതിരെ, അദ്ദേഹം എൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നിലയിൽ മെച്ചപ്പെട്ട ഒരു വർക്ക് കാഴ്ചവെക്കുന്നില്ല എന്നൊരു തോന്നിച്ച് എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വരണം എന്ന ഒരു ധാരണയിൽ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പാർട്ടിയല്ല തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ട്രയൽ ഏറ്റവും കൂടുതൽ 2023-ലും 2024-ലും ഇപ്പോൾ 2025-ലും ഈ കൗണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ജൂറി ട്രയൽ നടത്തിയത് ഞാനാണ്. അത് റെക്കോർഡാണ്. ഈ കൗണ്ടിയിൽ ഇതുവരെ ഒരു ജഡ്ജും 1976-ലാണ് ആദ്യമായി ഒരു ജില്ലാ കോടതി ഈ കൗണ്ടിയിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇത്രയേറെ ജൂറി ട്രയൽ ഇതിനു മുമ്പ് ഒരു ജഡ്ജിന് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ മർഡർ കേസസാണ്. പിന്നെ സെക്ഷൽ അസോൾട്ട്, റോബറി, ബർഗ്ലറി, മർഡർ. ഇവിടെ ജീവപര്യന്തം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ചിലപ്പോൾ ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവപര്യന്തം തന്നെയാണ്. ക്യാപിറ്റൽ മർഡർ കേസസ് അതിൽ മാത്രമാണ് അങ്ങനെ വധശിക്ഷ ഒന്ന് വരാവുന്നത്. ആ ടൈപ്പ് ഒരു കേസ് മാത്രമാണ് ഇതുവരെയായിട്ട് ട്രയലിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത 2 മാസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള 3 കേസസ് ട്രയലിന് വരാൻ വേണ്ടി പോവുകയാണ്. ഒരു ഇന്ത്യൻ സമൂഹം ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് തന്നത്. ഇവിടെ ജനങ്ങൾ എലക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു പാർട്ടി ബേസിൽ എലക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ പോകാതിരിക്കാൻ പറ്റില്ല. നമസ്കാരം, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വർത്തമാനത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ഹൂസ്റ്റണിലെ ഡിസ്ട്രിക്ട് ജഡ്ജ്, നമ്മുടെ സ്വന്തം മലയാളിയായ സുരേന്ദ്രൻ കെ പട്ടേലാണ്. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയും. ഏകദേശം 20 വർഷത്തോളം മുൻപ് ഇവിടെ കുടിയേറിയെന്ന് വേണേൽ നമുക്ക് പറയാം. ഇപ്പം ഇവിടുത്തുള്ള മലയാളികള് പ്രവാസ ജീവിതമല്ല, ഇവിടെ കുടിയേറ്റക്കാരാണ്. അങ്ങനെ ഇവിടെ അമേരിക്കയിലെത്തി, ഹൂസ്റ്റണിലെത്തി. അദ്ദേഹം ഒരു മലയാളിക്ക്, ഒരു ഇന്ത്യക്കാരന് ഏറ്റവും പരമോന്നതമായ നീതിപീഠത്തിൽ എത്തിപ്പെടാവുന്ന ആ ഒരു പൊസിഷനിലാണ് നമ്മുടെ സുരേന്ദ്രൻ കെ പട്ടേൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹം നാട്ടിലും അഭിഭാഷകനായിരുന്നു. ഇവിടെ ജഡ്ജായി കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ഇവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പൊസിഷനിൽ ഇരിക്കുകയാണ്. ഒട്ടേറെ കേസുകൾക്ക് വിധി പറഞ്ഞ ഒരു ജഡ്ജാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. കാസർഗോഡ് എന്നാണ് ഇവിടേക്ക് വന്നത്? 2007 നവംബറിലാണ് ഞങ്ങളിങ്ങോട്ട് മൂവ് ചെയ്തത്, ഹ്യൂസ്റ്റണിലേക്ക്. ഏകദേശം 20 വർഷം, 18 വർഷം. ഇവിടേക്ക് വരാനുള്ള ഒരു സാഹചര്യം? എൻ്റെ വൈഫ് നഴ്സാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ വൈഫിന് ഡൽഹി എസ്കോർട്സിൽ ജോലി കിട്ടി. ആ സമയത്ത് തന്നെ വൈഫ് ഇങ്ങോട്ട് വരാനുള്ളൊരു പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം 10 വർഷത്തോളം ആ സമയം പ്രാക്ടീസ്
നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. കാഞ്ഞങ്ങാട്, ഞാൻ ബളാലിലാണ് താമസം. കാഞ്ഞങ്ങാട് നിന്ന് കുറച്ചും കൂടി കിഴക്കുള്ളൊരു കുടിയേറ്റ മേഖലയായ ബളാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. അപ്പോൾ 10 വർഷത്തോളം അവിടെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ വൈഫിന് ഡൽഹിയിൽ ജോലി കിട്ടി. അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വരാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം വൈഫ് പ്രഗ്നൻ്റായി. എനിക്ക് ഡൽഹിയിലേക്ക് മൂവ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഡൽഹിയിലും കുറച്ച് നാൾ 3 വർഷത്തോളം ഡൽഹിയിലും പ്രാക്ടീസ് ചെയ്തു. ഹൈക്കോടതിയിലാണോ അതോ? അല്ല, സുപ്രീം കോർട്ടിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ 3 വർഷം സുപ്രീം കോർട്ടിലെ പ്രാക്ടീസ് മൂന്നാമത്തെ വർഷമാകുമ്പോഴത്തേനുമാണ് ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. 2007 നവംബറോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തി. ഈ ജഡ്ജിയായത് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലെ ജഡ്ജിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കോളേജിയും അതുപോലെ തന്നെ പിന്നെ ടെസ്റ്റ് എഴുതിയൊക്കെയാണ്. ഇത് അങ്ങനെയല്ല, തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജഡ്ജിയാണ്. ജഡ്ജിയെ ഇവിടെ നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതാണ് നമ്മുടെ ജഡ്ജി. എങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം? ഞാൻ എന്തുകൊണ്ട് മത്സരിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു പൊതുപ്രവർത്തനം എൻ്റെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നിലയിൽ വേണമെങ്കിൽ പറയാം. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യമായിട്ടല്ല, നേരെ ഇങ്ങ് കയറി വന്നല്ല. ഞാൻ നാട്ടിലും പൊതുരംഗത്തുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. എക്സ്ചേഞ്ച് ക്ലബ് ഓഫ് ഷുഗർലാൻഡ് എന്ന് പറഞ്ഞ ആ ക്ലബ്ബിലും ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കുറേ ഓർഗനൈസേഷനിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ജഡ്ജായി മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ പല കോർട്ടിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ചില അനുഭവങ്ങൾ എനിക്ക് തോന്നി. ആ സമയത്ത് ആ കേസുകളൊക്കെ കേട്ട ജഡ്ജിമാരുടെ ഒരു സമീപനമായാലും ഒക്കെ തോന്നുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറേയും കൂടി നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ. ഏറ്റവും കുറഞ്ഞ വർഷം വരുന്ന ലിറ്റിഗൻസിന് കുറച്ചും കൂടി നീതി ലഭ്യമാകുന്ന നിലയിൽ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നിച്ച എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2020 ഞാൻ ആദ്യമായി മത്സരിക്കുന്നത്. അന്ന് പ്രൈമറിയിൽ ഞാൻ ആദ്യ റൗണ്ടിൽ 3 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഞങ്ങൾ 2 ആൾ റൺ ഓഫിലേക്ക് പോയി. റൺ ഓഫിൽ ഞാൻ പരാജയപ്പെട്ടു. പിന്നെ ഞാൻ വീണ്ടും തൊട്ടടുത്ത ഇലക്ഷനിൽ ഈ കോടതിയിൽ നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജിനെതിരായിട്ട് ഞാൻ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ഞാൻ മത്സരിച്ചു. അപ്പോൾ ഇവിടെ 2 തരത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഒന്ന് പ്രൈമറി, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അതും ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതിന് പ്രൈമറി ഇലക്ഷൻ എന്ന് പറയും. മുഴുവൻ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം. പക്ഷേ ആ സമയത്ത് പ്രൈമറി ഇലക്ഷനിൽ ഒരാൾക്ക്, ഒരു വോട്ടർക്ക് ഒന്നുകിൽ ഡെമോക്രാറ്റിക് പ്രൈമറി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പ്രൈമറി, ഏതെങ്കിലും ഒരു പ്രൈമറിയിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജിനെതിരെ, അദ്ദേഹം എൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നിലയിൽ മെച്ചപ്പെട്ട ഒരു വർക്ക് കാഴ്ചവെക്കുന്നില്ല എന്നൊരു തോന്നിച്ച് എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വരണം എന്ന ഒരു ധാരണയിൽ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പാർട്ടിയല്ല തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് നിലവിലുള്ള സ്ഥാനാർത്ഥികളോ ഇലക്റ്റഡ് ഒഫീഷ്യലോ നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ അവർക്കെതിരെ മത്സരിക്കണമെങ്കിൽ മത്സരിക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലെ പാർട്ടികളാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഡീഫോൾട്ടോ നോമിനിയാണ് ശരിക്കും നിലവിലുള്ള ഒരു ഇൻകംബന്റ്, നിലവിലുള്ള ഒരു സിറ്റിംഗ് ജഡ്ജ് ആകുമ്പോൾ. പക്ഷേ ഞാൻ അയാൾക്ക് എതിരെ മത്സരിച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പാർട്ടി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും മറ്റെല്ലാ വിഭാഗത്തിൻ്റെയും ഒരു പൊതു സപ്പോർട്ട് അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഞാൻ ഒരു നല്ല നിലയിലുള്ള ഒരു ഗ്രാസ് റൂട്ട് ക്യാമ്പയിനൊക്കെ നടത്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ജനറൽ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇവിടെ ജഡ്ജായത്. ഈ കഴിഞ്ഞ 2022 എൻ്റെ ഇലക്ഷൻ നടന്നത്. 22 അപ്പം 2025 3 വർഷം. ഈ 3 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വാദിച്ചത് അല്ലെങ്കിൽ കേസുകൾക്ക് തീരുമാനമുണ്ടാക്കിയത്, വിധി പറഞ്ഞത് അങ്ങാണെന്നുള്ളൊരു വിവരം എനിക്ക് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണോ? ഞാൻ ഈ കോടതിയിൽ ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് ഈ കൗണ്ടിയിൽ ഞങ്ങൾ 8 ജില്ലാ കോടതികളാണുള്ളത്. അതിൽ 5 ജില്ലാ കോടതികൾ എന്നെ പോലെ തന്നെ ജനറൽ ജൂറിസ്ഡിക്ഷൻ, സിവിലും ക്രിമിനലും കൈകാര്യം ചെയ്യുന്ന കോടതികളും
3 ഫാമിലി ലോ കേസസ് കൈകാര്യം ചെയ്യുന്ന കോടതികളുമാണ്. ഈ 5 കോടതികളിൽ ഏറ്റവും കൂടുതൽ പെൻഡൻസി കേസ് പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു കോർട്ട് എൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ലോഗ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്ത ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ ആദ്യത്തെ ടേം, അതായത് 4 വർഷം, ഈ 4 വർഷം കൊണ്ട് ഇവിടെയുള്ള ബാക്ക്ലോഗ് ഞാൻ കുറക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ 2 വർഷം കൊണ്ട്, ഒരു ഹാഫ് ടേം ആകുമ്പോൾ തന്നെ ബാക്ക്ലോഗ് ഞാൻ കുറച്ചു എന്ന് മാത്രമല്ല, ബാക്ക്ലോഗ് ഇല്ലാതാക്കി. ഇവിടെ ഒരു ബാക്ക്ലോഗ് എന്നുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇപ്പോൾ ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് 2016, 2017, 2018 കേസുകളാണ് ട്രയൽ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് 2023 ട്രയൽ നടക്കുന്നത് 2016, 17, 18 കാലത്തെ കേസസാണ്. അപ്പോൾ അത്രയും പഴയ കേസുകളും പെൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2025 ഞാൻ മഹാഭൂരിപക്ഷം ട്രയലും 2024 കേസുകളാണ്. അതായത് 2016 മുതൽ 2023 വരെയുള്ള കേസസ് മിക്കവാറും ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ബാക്ക്ലോഗ് എന്നുള്ളത് ഇല്ലാതാക്കി. ട്രയൽ ഏറ്റവും കൂടുതൽ 2023, 2024, ഇപ്പോൾ 2025 ഈ കൗണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ജൂറി ട്രയൽ നടത്തിയത് ഞാനാണ്. അത് റെക്കോർഡാണ്. ഈ കൗണ്ടിയിൽ ഇതുവരെ ഒരു ജഡ്ജും 1976 ആദ്യമായി ഒരു ജില്ലാ കോടതി ഈ കൗണ്ടിയിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇത്രയേറെ ജൂറി ട്രയൽ ഇതിനു മുമ്പ് ഒരു ജഡ്ജിന് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു നല്ലൊരു അക്കംപ്ലിഷ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു അംഗീകാരമാണ്. കാരണം ഈ കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൻഡിങ് കേസുകൾ പോലും ഇല്ലാതെ എല്ലാ കേസുകളും അതിനൊരു തീർപ്പുണ്ടാക്കുകയും പുതിയ കേസുകൾ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തീരുമാനമാക്കി വിടുകയും ചെയ്യും അല്ലേ? ബാക്ക്ലോഗ് കേസസ് ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മളുടെ ഒരു ടൈം വൈസ് നോക്കുമ്പോൾ ഒരു ബാക്ക്ലോഗ് ഇല്ല. കെട്ടിക്കിടക്കുന്ന ഒരു കേസ് എന്ന് പറയാനില്ല. ടൈം വൈസ് ആയിട്ട് തന്നെ നമുക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അങ്ങയുടെ ബെഞ്ചിൽ തീർന്ന ഒരു കേസ്? ഈ കോടതി ഒരു ഹയസ്റ്റ് ട്രയൽ കോർട്ടാണ് ജില്ലാ കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മർഡർ കേസസ് ആണ്. പിന്നെ സെക്ഷൽ അസാൾട്ട്, റോബറി, ബർഗ്ലറി, മർഡറിനെ 2ആയിട്ട് കണക്കാക്കും, ക്യാപിറ്റൽ മർഡറും മർഡറും. ചില കേസസ് വധശിക്ഷയ്ക്ക് വിധിക്കാൻ തക്കവണ്ണമുള്ള സീരിയസ് ആയിട്ടുള്ള മർഡർ കേസസും റെഗുലർ മർഡർ കേസസ്, അത് വധശിക്ഷ അല്ലാതെ ജീവപര്യന്തം തടവിന്. ഇവിടെ ജീവപര്യന്തം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ചിലപ്പോൾ ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവപര്യന്തം തന്നെയാണ്. അതെ. പിന്നെ ചില ക്യാപിറ്റൽ മർഡർ കേസസിന്, അതുപോലെ തന്നെ മർഡർ കേസസിന് ചില സമയത്ത് ചില കേസസിൽ അതിൻ്റെ നാച്ചർ ഓഫ് ദ കേസ്, ഹിസ്റ്ററി ഓഫ് ദ ഡിഫൻഡൻറ്റ്, ഇതൊക്കെ നോക്കി ചിലതിന് പരോൾ പോലും കിട്ടില്ല. അപ്പോൾ ലൈഫ് മുഴുവൻ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കേസസാണ്. ഇപ്പോൾ ഒരു മാസം മുമ്പേ ഈ കോർട്ടിൽ ഒരു ക്യാപിറ്റൽ മർഡർ കേസ് ട്രയൽ നടന്നു. ആ കേസ് ഡെത്ത് പെനാൽറ്റി ഗവൺമെൻറ് സീക്ക് ചെയ്തിട്ടില്ല. അവർ ഡെത്ത് പെനാൽറ്റി ചോദിച്ചിട്ടില്ല. പക്ഷേ ജൂറി അത് കൺവിക്റ്റ് ചെയ്തു. അതുകൊണ്ട് അയാൾ ലൈഫ് വിത്തൗട്ട് പരോളാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു അങ്ങനെയുള്ള പല സിവിൽ കേസസ് പലതും ഞാൻ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഈസ്മെൻറ്റ് കേസസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബിസിനസ് ലിറ്റിഗേഷൻ അണ്ടർലൈങ് ഒരു കേസ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ ബിസിനസ്സാണ്. പക്ഷേ അതിൻ്റെ ഒരു അണ്ടർലൈങ് ഇഷ്യൂ ഈസ്മെൻ്റ് ആയിരുന്നു. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ. പബ്ലിക്കിന് വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ലോയേഴ്സിനായാലും ജഡ്ജസിനായാലും അത് കേൾക്കാൻ നല്ല താല്പര്യമുള്ള ഒരു കേസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് വളരെ നന്നായി നടത്താനും, അത് ആക്ച്വലി വൺ ഓഫ് ദ പാർട്ടി, ഇവിടെ തോറ്റ പാർട്ടി അപ്പീൽ പോയി, അപ്പീൽ എൻ്റെ വിധി അംഗീകരിച്ച് അതിപ്പോൾ റിപ്പോർട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും കേസിൽ തൂക്കുകയർ വാങ്ങിച്ചു കൊടുത്ത കേസുകൾ പോലെ ഉണ്ടായിട്ടുണ്ട്?
ഇവിടെ പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ മർഡർ കേസസ്. അവിടെ അതിൽ മാത്രമാണ് അങ്ങനെ വധശിക്ഷ ഒന്ന് വരാവുന്നത്. ആ ടൈപ്പ് ഒരു കേസ് മാത്രമാണ് ഇതുവരെയായിട്ട് ട്രയലിന് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത 2 മാസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള 3 കേസസ് ട്രയലിന് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യാപിറ്റൽ മർഡർ കേസസിൽ പ്രോസിക്യൂഷൻ ഡെത്ത് പെനാൽറ്റി ആവശ്യപ്പെട്ടിട്ടില്ല. അത് ആ കേസിൽ അത് ഓട്ടോമാറ്റിക് ജീവപര്യന്തമായിരിക്കും അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ. കാരണം അതിനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലല്ല, അത് കഴിഞ്ഞു. ഒരു മാസത്തിലധികം, ഒരു മാസത്തിലൊക്കെ അധികമായി. അത് ശിക്ഷിച്ചു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ജയിലിലാണ് ഉണ്ടാവുക. ഇവിടെ ജയിലും ഈ കോടതിയും തമ്മിൽ ഒരു ഇടനാഴിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ പിന്നെ കൗണ്ടി ജയിലാണ് കേട്ടോ. നമ്മളുടെ ഈ കോടതിയുടെ തൊട്ട് അപ്പുറത്തെ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു സ്ട്രീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇവിടുത്തെ കൗണ്ടി ജയിലുണ്ട്. അപ്പോൾ കൗണ്ടി ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ചെറിയ ചെറിയ കേസസിലും പിന്നെ ഈ വിചാരണയൊക്കെ നടത്തുന്ന സമയത്തും ഒക്കെയുള്ള ആ സമയത്ത് മാത്രമാണ് അവർ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു ഫെലണി കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോകുന്ന സ്റ്റേറ്റ് ജയിലൊക്കെ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിവിഷൻ ഒരു ജയിലുണ്ട്, അവിടെയൊക്കെ പ്രിസൺ എന്നൊക്കെ പറയുന്നത്. അത് ഇവിടെ അല്ല, ഇവിടുന്ന് കുറേയും കൂടി ദൂരെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ തൊട്ടടുത്തുള്ളത് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യുന്നത്. അത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആരും പിന്നെ കാണാത്ത രീതിയിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് അവരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അതെ, ജയിലിൽ നിന്ന് ഈ കോർട്ടിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഒരു ചാനലുണ്ട്. അതുവഴി വളരെ സേഫായിട്ട്, അതൊരു സെക്യൂരിറ്റി റീസണും കൂടി. അതായത് ഒരുപാട് ഇൻമേറ്റ്സ് ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള 5 കോടതികളിലേക്കും പിന്നെ അതോടൊപ്പം തന്നെ മിസ്റ്റർമീനർ കോർട്ടിലേക്ക് അവിടെ പിന്നെ അതുപോലെ ഒരുപാട് ജയിൽ പുള്ളികളൊന്നും ഉണ്ടാവില്ല. ഈ 5 ക്രിമിനൽ കേസസ് കൈകാര്യം ചെയ്യുന്ന ഫെലണി ക്രിമിനൽ കേസസ് കൈകാര്യം ചെയ്യുന്ന കോടതികളിലേക്കുള്ള പ്രതികളെല്ലാം എപ്പോഴൊക്കെ ഹിയറിംഗ് ഉണ്ട് അപ്പോഴൊക്കെ കൊണ്ടുവരാൻ വളരെ സേഫായി കൊണ്ടുവരാൻ പറ്റുന്നൊരു മോഡാണ് അത്. എന്നിട്ട് ഓരോ കോടതിയുടെയും ഒരു ഹോൾഡിംഗ് സെല്ല് എന്ന് പറയും അതിനെ. ആ ഹോൾഡിംഗ് സെല്ല് വഴി ലിഫ്റ്റ് വഴിയാണ് കോടതിയിലേക്ക് എത്തുക. അപ്പോൾ കോടതിയിലെത്തുന്നവരെ വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു പിന്നെ പാത്താണ് അവർക്ക് ഒരു വേ ഉണ്ട് അതിന്. അങ്ങയുടെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു മലയാളി സമൂഹത്തിന് വലിയൊരു എന്താ പറയുക വലിയൊരു പിന്തുണയാണ് അങ്ങേക്ക് കിട്ടിയത്. ഒട്ടുമിക്ക മലയാളികളും അങ്ങേ പിന്തുണച്ചിരുന്നു എന്നുള്ളൊരു ശ്രുതി ഞാനിവിടെ കേട്ടു. അതുപോലെ ഈ പറയുന്ന അങ്ങേക്കെതിരെ മത്സരിച്ചതൊരു ഇവിടുത്തെ ഒരു വെള്ളക്കാരൻ തന്നെയാണ് അല്ലേ? അതെ. അപ്പോൾ അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിനാണ് അങ്ങ് തോൽപ്പിച്ചത് എന്നും കേട്ടു. അങ്ങനെയാണോ? ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇന്ത്യൻ സമൂഹം ഒരു വലിയ പിന്നെ സപ്പോർട്ടാണ് എനിക്ക് തന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാനൊരു പുതുമുഖമാണ്. പിന്നെ വലിയ പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാനിവിടെ പുതിയതാണ്, പാർട്ടിയിൽ പുതിയതാണ്, ഈ രാജ്യത്ത് പുതിയതാണ്, ഈ കൗണ്ടിയിൽ പുതിയതാണ്. എൻ്റെ സംസാര രീതി ഇവിടെ ജനിച്ചു വളർന്ന ഒരാളുടെ പോലെയല്ല. അപ്പോൾ പിന്നെ പലർക്കും സംശയമുണ്ട് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, എൻ്റെ നോളജിനെ കുറിച്ചിട്ടൊക്കെ പല സംശയങ്ങൾ ഉണ്ടാകുന്നൊരു സമയമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് വലയവും പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഇൻവോൾവ്മെൻറ്റും കൊണ്ട് ഒരു ഇന്ത്യൻ സമൂഹത്തിനകത്ത് സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റി പൊതുവെ, നോട്ട് ജസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റിയിൽ പൊതുവെ എനിക്ക് ഒരു നല്ല, അതുപോലെ തന്നെ അതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം മത്സരിച്ച സമയത്ത് ഞാൻ ഉണ്ടാക്കിയ കുറേ ബന്ധങ്ങളുണ്ട്. പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലായാലും വൈറ്റ് കമ്മ്യൂണിറ്റിയിലായാലും ഹിസ്പാനിക് കമ്മ്യൂണിറ്റിയിലായാലും ഞാൻ ഉണ്ടാക്കിയ ഒരു നല്ലൊരു സൗഹൃദ ബന്ധങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഈ 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഗുണകരമായി. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു ഗ്രൗണ്ടിൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജിനെ എനിക്ക് പ്രൈമറിയിൽ പരാജയപ്പെടുത്താൻ പറ്റിയത്. പക്ഷേ ജനറൽ ഇലക്ഷൻ കുറേയും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ 2022. 2018 ഇതൊരു റിപ്പബ്ലിക്കൻ കൗണ്ടി ആയിരുന്നു. 25 വർഷമായിട്ട് ഒരു റിപ്പബ്ലിക്കൻ കൗണ്ടി ആയിരുന്നു. 2018 ആദ്യമായി ഡെമോക്രാറ്റ്സ് ഇവിടെ ജയിച്ചു വന്നത്. 2020 അത് ആവർത്തിച്ചു. 2022 ഞാൻ മത്സരിച്ച സമയത്ത് കാറ്റ് വീണ്ടും തിരിഞ്ഞു വീശാൻ തുടങ്ങി. റിപ്പബ്ലിക്കൻ സൈഡിന് അനുകൂലമായി വീണ്ടും മാറുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിലുള്ള പകുതിയോളം സീറ്റിൽ ഡെമോക്രാറ്റ്സ് തോറ്റു. അത് സിറ്റിംഗ് ജഡ്ജസും മറ്റ് സിറ്റിംഗ് എലക്റ്റഡ് ഒഫീഷ്യൽ ഉൾപ്പെടെയുള്ള ആളുകൾ, പകുതിയോളം ആളുകൾ തോക്കുന്ന സമയത്താണ്
ഞാനും വേറെ ബാക്കി പകുതി ആളുകൾ, അതിൽ 2 ആൾ പുതുമുഖങ്ങളായിരുന്നു. ഞാനും വേറൊരു ജഡ്ജും, ഞങ്ങൾ 2 പുതുമുഖങ്ങൾ ജയിച്ചു വന്നു. ഒരു വളരെ ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു റീഡിംഗ് ആണ്, പിന്നെ കുറേയും കൂടി എനിക്ക് കഴിഞ്ഞ തവണ ഇല്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോൾ എൻ്റെ ഈ ഒരു 3 വർഷത്തെ ഒരു ജഡ്ജി എന്നുള്ള എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു വിലയിരുത്തലൊക്കെ നടത്തി നല്ല നിലയിൽ എന്നെ ഭൂരിപക്ഷത്തിൽ എന്നെ ജയിപ്പിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇതുവരെ എനിക്ക് ഒപ്പോസിഷൻ വന്നിട്ടുണ്ടായിരുന്നു 2 ആൾ പ്രൈമറിയിൽ, പക്ഷേ അവർ മാറി മറ്റു കോടതികളിലേക്ക് മാറിപ്പോയി. ഇപ്പോൾ ഈ ആസ് ഓഫ് ടുഡേ എനിക്ക് പ്രൈമറിയിലായാലും ജനറൽ ഇലക്ഷൻ ആയാലും ഒപ്പോണൻ്റ് ആരും വന്നിട്ടില്ല. ഇനിയും പക്ഷേ സമയമുണ്ട്. ഇനിയും ഡിസംബർ മാസം 8-ാം തീയതിയാണ് പിന്നെ ഇതിൻ്റെ ഡെഡ് ലൈൻ. അപ്പോൾ അതുവരെ സമയമുണ്ട്. ആളുകൾ ചിലപ്പോൾ വന്നു വരും. 4 വർഷമല്ലേ? 4 വർഷമാണ്. എൻ്റെ പ്രൈമറി ഇലക്ഷൻ നടക്കുന്നത് നെക്സ്റ്റ് മാർച്ചിലും ജനറൽ ഇലക്ഷൻ നടക്കുന്നത് നെക്സ്റ്റ് നവംബറിലുമാണ്, 2026. അപ്പം പിന്നെ ഈ ഡിസംബർ തൊട്ട് നവംബർ വരെ വീണ്ടും അതാണ് ക്യാമ്പയിൻ ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും സ്ഥാനാർത്ഥികളൊക്കെ അനൗൺസ് ചെയ്ത് അവരുടെ ക്യാമ്പയിൻ ജസ്റ്റ് തുടങ്ങി വന്നു. എൻ്റെ ക്യാമ്പയിൻ കിക്ക് ഓഫ് വളരെ ഗംഭീരമായി നടന്നു. പിന്നെ ഫണ്ട് റൈസൊക്കെ വളരെ, ഞാൻ കഴിഞ്ഞ തവണ പ്രൈമറിയിലും ജനറൽ ഇലക്ഷനും ചിലവാക്കിയതിനേക്കാളും കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ക്യാമ്പയിനിലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ബാക്കിംഗ് എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള നിലയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നിപ്പോൾ ഈ കൗണ്ടിയിൽ ജുഡീഷ്യൽ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റിയത് എനിക്കാണ്. അപ്പോൾ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്സ് അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ക്യാമ്പയിൻ വളരെ സജീവമായി തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങേക്ക് ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് പോകുന്നില്ല എങ്കിലും നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അങ്ങനെയൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരു മലയാളിക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു മലയാളിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പൊസിഷനുകളിൽ ഏറ്റവും ടോപ്പ് പൊസിഷനാണ്. അത് മലയാളിക്ക് ഒരു അഭിമാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഹൂസ്റ്റൺ. പ്രത്യേകിച്ച് ഈ കൗണ്ടി അല്ലേ, മലയാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള ആ മലയാളികളുടെ ഒരു സപ്പോർട്ട് അത് വലുതാണ് അല്ലേ. മറ്റുള്ളതിനേക്കാളൊക്കെ ഏറ്റവും വലുതാണ് മലയാളികളുടെ ഒരു സപ്പോർട്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ഒരു മലയാളി തന്നെ എത്തിപ്പെടുക എന്ന് പറഞ്ഞത് അത് ആർക്കും അഭിമാനമുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചെയ്തു. ഞാൻ പിന്നെ കഴിഞ്ഞ വർഷം ജയിച്ചു വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമാണ് ഈ ബെഞ്ചും ബാറും തമ്മിൽ, ബാർ അസോസിയേഷനും ജഡ്ജസും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് അവരോട് പറഞ്ഞു. ഞാൻ അവരുടെ കൺസേൺസ് കേൾക്കാനും അങ്ങനെ നല്ലൊരു ബന്ധം നിലനിർത്തി. പിന്നെ എല്ലാ മാസവും കഴിയുന്നത്ര എൻ്റെ കോർട്ട് റൂമിൽ ബാർ അസോസിയേഷന് ഒരു CLE പ്രോഗ്രാം, കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്താനുള്ള അതിന് ലഞ്ച് സ്പോൺസർ ചെയ്ത് ഏതെങ്കിലും ലോ ഫേമിന് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുകയാണ്. അത് ഈ ഫോർട്ട് കൗണ്ടി ബാർ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അവർ ഒരു ജഡ്ജിനെ അവരുടെ ഓണററി അഡ്വൈസറി മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം അവരുടെ മീറ്റിങ്ങിൽ എന്നെ അങ്ങനെ ഒരു ഓണററി അഡ്വൈസറി മെമ്പറായിട്ട്, ബാർ അസോസിയേഷൻ്റെ അഡ്വൈസറി മെമ്പറായിട്ട് തരാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു അഭിഭാഷക രംഗത്തും ഒരു പുതിയ ഒരു സപ്പോർട്ടാണ് എനിക്ക് അനുകൂലമായി വരുന്നത്. നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു പിന്നെ ബന്ധം നിലനിർത്താൻ വളർത്തിക്കൊണ്ടുവരാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നാട്ടിൽ ഉണ്ടാകുന്ന സമയത്തും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ വളരുമ്പോൾ ഉണ്ടായിരുന്നൊരു ഹാർഡ്ഷിപ്പ്, ജനിച്ചു വളർന്ന സമയത്ത് പഠിക്കുന്ന സമയത്തുണ്ടായ ഹാർഡ്ഷിപ്പ്, അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മളെ അത് സ്വാധീനിക്കുമല്ലോ. അങ്ങനെ ആ സ്വാധീനം പലപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും ആളുകളുടെ സ്ട്രഗിൾസ് മനസ്സിലാക്കാനും കഷ്ടപ്പാടൊക്കെ കണ്ടറിയാനും അതിൽ നമ്മളാലാവുന്ന നിലയിൽ സംഭാവന ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അനുകൂലമായി ഒരു പൊതുസ്ഥിതി എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ ഒക്കെ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനത് ഉപയോഗപ്പെടുത്താറുണ്ട്. അത് നമ്മളുടെ ഞാൻ
അനുഭവിച്ച കഷ്ടതയും നമ്മളുടെ ഒരു ഈ ജീവിതയാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ട ദുരനുഭവങ്ങളും ഒക്കെ ഒരു പാഠമായി കാണാനും അങ്ങനെയുള്ള ആളുകളെ എവിടെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അതെനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു ശ്രമവും അങ്ങനെ ഉള്ളൊരു മാനസികാവസ്ഥയും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായൊരു മനോഭാവം ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊതു അഭിപ്രായം എനിക്ക് അനുകൂലമായി. അപ്പോൾ ഞാനത് ചെയ്യുന്നത് ഒരു കമ്പാരിസണാണ്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഇപ്പോൾ കഴിഞ്ഞ ടേമിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു വലിയ അനുകൂലമായൊരു മനോഭാവം പൊതുസമൂഹത്തിൽ. ഒന്ന്, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട്, ജനങ്ങളോടുള്ള എൻ്റെ ഒരു സമീപനം കുറേം കൂടി അവർക്ക് കുറേം കൂടി ഒരു മോട്ടിവേഷൻ നൽകുന്ന നിലയിലേക്കുള്ള ഒന്നാണ്. അപ്പോൾ ഹീ ഈസ് എ ഫിറ്റ് ടു ബി ഇൻ ദ പൊസിഷൻ എന്ന ഒരു കാഴ്ചപ്പാട് ആളുകൾക്ക് ഉണ്ടാവാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പൊസിഷനിൽ എത്തിയതിനു ശേഷം നാട്ടിലൂടെ കാണാൻ പോയിട്ടുണ്ടോ? ഞാൻ മത്സരിച്ച് ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മേനെ പോയി കാണുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം തന്നെ ഞാൻ ചെയ്തത്. പോയി അമ്മേനെ കാണുകയാണ് ചെയ്തത്. അമ്മയുടെ അനുഗ്രഹം അതെ, വാങ്ങിയിട്ട്. അതെ. അമ്മ മാത്രമേ ഉള്ളൂ? അച്ഛനില്ല. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. അമ്മയുണ്ട്. പിന്നെ എൻ്റെ സഹോദരി അമ്മയുടെ കൂടെ തന്നെയാണ്. എൻ്റെ വീട്ടിലാണ് അമ്മ താമസിക്കുന്നത്. നാട്ടിൽ എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിലാണ് അമ്മ താമസിക്കുന്നത്. എൻ്റെ പെങ്ങളും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ ഒരു സപ്പോർട്ട് എന്നും നമുക്കുണ്ടാകും. ആ ഒരു ചിന്ത അങ്ങയുടെ മനസ്സിലുണ്ട്. പിന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലായാലും കാരണം നമ്മളൊരു മലയാളിയാണ്, നമ്മുടെ സമൂഹം അവരെ നമ്മൾ ചേർത്ത് നിർത്താൻ അങ്ങ് ഈ പൊസിഷനിൽ എത്തിയതിനു ശേഷം അവരുടെ ഇപ്പം അങ്ങ് പറഞ്ഞു മലയാളി സമാജത്തിന്റെ എനിക്കൊന്ന് കേരള മലയാളി അസോസിയേഷൻ ഓക്കെ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഈ പൊസിഷനിൽ എത്തിയതിനു ശേഷം അപ്പൊ ഈ പൊസിഷനിൽ വരുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ കാണും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ജഡ്ജിമാർക്ക് പൊതുരംഗമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. അതൊരു റൂളാണ് അല്ലേ? അവർക്കൊരു പ്രോട്ടോകോളാണ്. അപ്പൊ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. കല്യാണ ഫംഗ്ഷൻ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോട്ടോകോളാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രോട്ടോകോളുണ്ടോ? ജനങ്ങളെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ ജനങ്ങളെ കാണുന്നതിനോ മീറ്റ് ചെയ്യുന്നതിനോ ഡിസ്കസ് ചെയ്യുന്നതിനോ അതിനൊന്നും ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഒരു ജുഡീഷ്യൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള പോലെ അത് ഏകദേശം വളരെ സിമിലറാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ സ്കൂളിൽ പോയിട്ടല്ല ഇവിടെ ലൈസൻസ് എടുത്ത് നമ്മളുടെ സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് ബാർ എക്സാം എഴുതിയാണ്. അപ്പോൾ ഞാൻ ബാർ എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം സിമിലാരിറ്റീസാണ്. ഇന്ത്യൻ ലോയും അമേരിക്കൻ ലോയും തമ്മിലുള്ള ഫണ്ടമെന്റൽസിലുള്ള ഒരു സിമിലാരിറ്റീസാണ് എന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഡയറക്റ്റ് ഇവിടുത്തെ ടെസ്റ്റ് എഴുതി പാസ്സായി ഇവിടെ ലോയറായിട്ട് ചേർന്നതാണ്. അതിന് ഇവിടെ ടെക്സസിലൊരു പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾ കോമൺ ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഫോറിൻ ലോയേഴ്സ് അതെങ്കിൽ ഒരു എക്സ് നമ്പർ ഓഫ് ഇയേഴ്സ് ഗുഡ് സ്റ്റാൻഡിങ് ആ കൺട്രിയിലുണ്ടെങ്കിൽ ഇവിടെ വന്ന് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കിത് പാസ്സാവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എഴുതിയെടുക്കാം. അല്ല, ചില സ്റ്റേറ്റിലുണ്ട്, മറ്റു ചില സ്റ്റേറ്റിലുണ്ട്, എല്ലായിടത്തും ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ. നേരത്തെ 7 years ആയിരുന്നു, ഇപ്പോൾ അത് കുറേയും കൂടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. ആ വിൻഡോയിൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ പാസ്സായിട്ടില്ലെങ്കിൽ നമ്മളിവിടെ സ്കൂളിൽ പോകണം. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയത് ഇവിടെ വന്നിട്ട് 1 വർഷം ആകാനാകുമ്പോഴാണ്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തതൊക്കെ അപ്രൂവ് ചെയ്ത് വരുമ്പോഴത്തേനും പിന്നെ ഒരു എക്സാം മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്വന്തം പഠിച്ചങ്ങ് എഴുതി പാസ്സായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് ഞാൻ അതിനുവേണ്ടി പഠിക്കുന്ന സമയത്ത് ഡിഫറൻസസ് അല്ല സിമിലാരിറ്റീസാണ് എന്നെ സർപ്രൈസ് ചെയ്തത്. അതെ, അപ്പോൾ അത്തരം സിമിലാരിറ്റീസ് ഈ ജുഡീഷ്യൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിലുണ്ട്. നമ്മൾ കേസിനെ സംബന്ധിച്ച് ഡിസ്കഷൻ നടത്തുന്നത്, പാർട്ടീസുമായിട്ട് സംസാരിക്കുന്നത്, കേസിൽ ഉൾപ്പെട്ട പാർട്ടിയായി സംസാരിക്കുന്നത്, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന അതിനൊക്കെയുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ജനങ്ങൾ എലക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു പാർട്ടി ബേസിൽ എലക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയൊക്കെ പോകാറുണ്ട്. പിന്നെ
മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുടുംബമാണ്. ഞാൻ 2014 അതിൻ്റെ സെക്രട്ടറി, 2015 പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്, വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളൊരു ഇൻ്റഗ്രൽ പാർട്ടായിട്ടാണ് അന്ന് ഇന്നും നിൽക്കുന്നത്. പിന്നെ മലയാളി സമൂഹം എപ്പോഴും നമ്മളുടെ ഒരു വളരെ ഇൻറ്റാക്റ്റ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ എനിക്ക് തോന്നുന്ന ഒരു പൂർണ്ണമായ സപ്പോർട്ടാണ് മലയാളി സമൂഹം. പൊതുവെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആകെ, നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും വളരെ സജീവമായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫണ്ട് റൈസിങ് എഫേർട്ടിൽ ഒരു വലിയ സംഭാവന ചെയ്തത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ പിന്നിലൊരു കരുത്താണത്. അതെ 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 അതെ. അങ്ങ് മുമ്പേ പറഞ്ഞു ഇവിടെ വന്ന ഡയറക്റ്റ് ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി ഇവിടുത്തെ ഒരു ലോയറായി. അപ്പോൾ അങ്ങേക്ക് ആദ്യമായി കിട്ടിയ ഒരു കേസ്, അദ്ദേഹം അങ്ങ് വേറെ ആരെങ്കിലും കൂടെയാണോ ആദ്യം പ്രാക്ടീസ് ചെയ്ത്, അതോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ? ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ പിന്നെ പാസ്സായി, പിന്നെ ബാർ എക്സാം പാസ്സായി, ലൈസൻസൊക്കെ കിട്ടി. പിന്നെ ഞാനൊരു 100ഓളം ലോ ഫേമിൽ അപ്ലൈ ചെയ്തു. ഒരാൾ പോലും തന്നെ മറുപടി പോലും അയച്ചില്ല. അപ്പോൾ നമ്മളുടെ ഒരു അതെ, ഇവിടെ പഠിച്ചതല്ല, ഒന്ന് ഇവിടെ പഠിച്ച ക്രെഡൻഷ്യലൊന്നും കാണാനില്ല. ഇന്ത്യക്കാരനായതുകൊണ്ടല്ല, അങ്ങനെ ഇവിടെ പഠിച്ച ഇഷ്ടംപോലെ ആളുകൾ. ഇപ്പോൾ എൻ്റെ കോർട്ടിൽ പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ടുള്ള 3 മലയാളികളുണ്ട്. പിന്നെ മലയാളി വനിതകളുണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്വൈസറി ഓഫീസിൽ. അതിലൊരു കുട്ടി വളരെ ഗംഭീരമായ മർഡർ കേസ് അടക്കം ട്രയൽ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടല്ല ഞാനിവിടെ പഠിച്ചിട്ടില്ല, അതൊക്കെ ആയിരിക്കും അവർ മറുപടിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും എൻ്റെ യാത്ര ഇവിടെ വരെ എത്തി, ഇനി ഏതായാലും എന്നാരും ഹയർ ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ഇത് നിർത്തുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങി. എൻ്റെ സ്വന്തം ഞാനൊരു PKS ലോ ഫേം എന്ന് പറഞ്ഞിട്ടൊരു ലോ ഫേം എസ്റ്റാബ്ലിഷ് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പിന്നെ ബോത്ത് ലിറ്റിഗേഷൻ ആൻഡ് നോൺ ലിറ്റിഗേഷൻ മാറ്റേഴ്സൊക്കെ എടുക്കാൻ തുടങ്ങി. എങ്ങനെയായാലും അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസവും അതുപോലെ ഒരു ദൃഢനിശ്ചയവും, ഞാൻ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്, ആ ഒരു ദൃഢനിശ്ചയവും ആ ഒരു ആത്മവിശ്വാസവും ഒക്കെയാണ് അങ്ങേ ഈ പൊസിഷനിൽ എത്തിച്ചത്. അതെ, ഒന്ന് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഭാഗമാണ് ശരിക്കും. ഈ പ്രൊഫഷനുള്ളൊരു പാഷൻ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റില്ല. മറ്റേതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അത്രമാത്രം ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുകയും ഇതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഈ പ്രൊഫഷൻ തന്നെ വേണമെന്നുള്ളൊരു വളരെ പിന്നെ അതൊരു നിശ്ചയദാർഢ്യം തന്നെയാണ്. പിന്നെ ചില സമയത്ത് നമുക്ക് അതിന് നിശ്ചയദാർഢ്യം ആണോ പറയുക, മറ്റെന്തെങ്കിലും വാക്ക് ഉപയോഗിച്ചിട്ട് പറയണമെന്ന്, എനിക്കെന്തായാലും മുന്നോട്ട് പോയേ മതിയാവൂ എന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു ലോ ഫേം ഹയർ ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ ധീരമായി മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ മുന്നിൽ വേറെ വഴിയില്ല. അതെ, അപ്പോൾ അങ്ങനെ ധീരമായി അങ്ങ് മുമ്പോട്ട് സ്വന്തമായി വഴി വെട്ടി തുറക്കുക മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ അങ്ങനെ സ്വന്തമായി വഴി വെട്ടി തുറന്നപ്പോൾ കിട്ടിയ ആദ്യത്തെ കേസ് എന്തായിരുന്നു? എനിക്ക് ആദ്യം കിട്ടിയൊരു കേസ് ആക്ച്വലി ഇവിടുത്തുകാരനായ ഒരു പ്രൊഫസറുടെയാണ്. ഒരു ബിസിനസ് കോൺട്രാക്റ്റ് ആയിരുന്നു. പക്ഷേ അതൊരു ലിറ്റിഗേഷനിലേക്കൊന്നും പോയിട്ടില്ല. ഞാനൊരു ലോയർ നോട്ടീസൊക്കെ അയച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സെറ്റിലാവാൻ ഇവിടെ അങ്ങനൊരു ഗുണമുണ്ട്. നമുക്ക് ലിറ്റിഗേഷനിലേക്ക് പോകാതെ തന്നെ ഒരുപാട് നെഗോസിയേഷനിലോട് കാര്യങ്ങളൊക്കെ തീർക്കാം. അങ്ങനെ തീർത്തു. പിന്നെ കുറേ ലിറ്റിഗേഷൻ വർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊബേറ്റ് വർക്ക് നടത്തിയിട്ടുണ്ട്, ഫാമിലി ലോ കേസസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് നാട്ടിലായാലും ഞാനൊരു ജനറൽ പ്രാക്ടീഷണറായിരുന്നു. അഡ്വക്കേറ്റായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഒരു അഡ്വക്കേറ്റിന് മാത്രമേ ഇങ്ങനെ ഇത് മത്സരിക്കാവൂ എന്നുള്ളതുണ്ടോ ഈ പൊസിഷനിൽ? അതെ, ഈ പിന്നെ കൗണ്ടി കോർട്ട് ലോ, ഇതിൻ്റെ താഴെയുള്ളതാണ് കൗണ്ടി കോർട്ട് ലോ, ഡിസ്ട്രിക്ട് കോർട്സ് അതുപോലുള്ള. പക്ഷേ ഏറ്റവും താഴെയുണ്ട് JP എന്ന് പറഞ്ഞൊരു ഒന്നുണ്ട്, ജസ്റ്റിസ് ഓഫ് ദ പീസ്. അത് സ്മോൾ ക്ലെയിംസ് കോർട്ട് പിന്നെ കൈകാര്യം ചെയ്യുന്ന വളരെ ചെറിയ എമൗണ്ടിലുള്ള ചെറിയ ഡിസ്പ്യൂട്ട്സും, പിന്നെ റെന്റ് കൺട്രോൾ പോലുള്ള ഇപ്പോൾ ലാൻഡ് ലോഡ് ടെനൻ്റ് ഡിസ്പ്യൂട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ചെറിയ കോടതിയുണ്ട്. അതിന് സ്മോൾ ക്ലെയിംസ് എന്ന് പറയും, ജസ്റ്റിസ് ഓഫ് ദ പീസ് എന്ന് പറയും. അപ്പോൾ ആ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജസിന് ലോയർ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മഹാഭൂരിപക്ഷം കോർട്ടിലും ആ കോടതികളിലും ലോയേഴ്സ് തന്നെ ആയിരിക്കും. അല്ലാത്തതുമുണ്ട്, പല സ്ഥലങ്ങളിലും അല്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച വളരെ തിരക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ വരാൻ പോകുന്നു.
അതുപോലെ കേസുകളുടെ ബാഹുല്യം, ഇതൊക്കെ കൊണ്ട് വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ്. ആ സമയത്ത് പോലും നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരാനും അല്പസമയം നമ്മളോട് ഇരിക്കാനും മനസ്സ് കാണിച്ച അങ്ങേക്ക് എല്ലാവിധ ഭാവുകങ്ങളും, അടുത്ത ഒരു ടൈമോടെ അങ്ങ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ, അങ്ങ് വിജയിച്ചു വരട്ടെ. പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ അങ്ങേക്ക് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും അങ്ങേ പൊസിഷനിൽ തന്നെ വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു.